ഉടലാധികൾ. പ്രണയത്തിലായിരിക്കുമ്പോഴും വിവാഹത്തെ ഞാൻ ഭയന്നിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ ജീവിതം എന്നിലേൽപ്പിച്ച മുറിവ് അത്രത്തോളമായിരുന്നു. അതിലൊക്കെ ഉപരിയായിരുന്നു ശരീരമെന്ന യാഥാർത്ഥ്യം. ശരീരത്തിനു മേലുള്ള എൻ്റെ ആത്മവിശ്വാസമില്ലായ്മ എൻ്റെ നഗ്നതയെ, എൻ്റെ അപൂർണതയെ അത്രമാത്രം ഭയപ്പെട്ടു. അത് എന്നോടുള്ള പ്രണയത്തെ ഇല്ലാതാക്കുമെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ വിവാഹത്തിലെത്തിച്ചേരുന്ന വർത്തമാനങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്നു. അസ്വാഭാവികമായ പെരുമാറ്റം റാമിൽ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. മാനസികാവസ്ഥ തുറന്നു പറയാനാകാതെ കുഴഞ്ഞു. കഠിനമായ ഈ സമസ്യയെ എങ്ങനെ മറികടക്കുമെന്ന് ആലോചിച്ച് അകം പുറം നീറി. എൻ്റെ നഗ്നതയെ കാണുന്ന നിമിഷം റാം ഭയപ്പെട്ട് പിന്മാറുന്നതും വെറുപ്പോടെ തിരിഞ്ഞുകിടക്കുന്നതും ഭാവനയിൽ കണ്ടു. അങ്ങനെ സംഭവിച്ചാൽ അതെന്നിലുണ്ടാക്കുന്ന ആഘാതം എത്രത്തോളമായിരിക്കുമെന്ന് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു. ഒരിക്കൽ റാമിനോട് തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ കഴിയുമായിരുന്നില്ല. സ്വന്തം ശരീരത്തോടുള്ള ഭയവും അപകർഷതാബോധവും പേറി പാമ്പിൻകൂടിനുള്ളിലെ വിഷാദിയായ നാഗത്തെപ്പോലെ ചിന്തകൾക്ക് ചുറ്റും ഞാൻ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പുരുഷ ശരീരത്തോടുള്ള ആസക്തി വേട്ടയാടുമ്പോഴും തീക്കാറ്റ് വീശുന്ന പോലുള്ള തോന്നലുകൾക്ക് മുകളിൽ സ്വയം വെറുത്തുകൊണ്ട് അടയിരിക്കുകയായിരുന്നു. എൻ്റെ പല യാത്രകളിലും റാം കൂടെ വരാറുണ്ടായിരുന്നെങ്കിലും ഒരുമിച്ച് താമസിക്കാനോ ശാരീരികമായി പരസ്പരം അറിയാനോ ഉള്ള അവസരങ്ങളെല്ലാം അതിവിദഗ്ധമായി തടഞ്ഞുകൊണ്ടിരുന്നു. റാം ഒരുമിച്ചുണ്ടായിരിക്കുമ്പോഴൊക്കെ കാമുകൻ്റെ ശരീരത്തിന്മേലുള്ള ആകാംക്ഷയും ആവേശവും ഓരോ നിമിഷവും മറവ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് മേലുള്ള റാമിൻ്റെ ആസക്തിയെ ഭയത്തോടും സംശയത്തോടും കൂടി മാത്രമാണ് കണ്ടത്. അതിഭീകരമായ ഈ മാനസിക പ്രതിസന്ധി ആരോടും തുറന്നു പറയാനാവാതെ തലച്ചോറിലൊരു ചുഴലിക്കാറ്റും പേറി നടന്നു. എന്നിട്ടും കാലം ഞങ്ങൾക്ക് മേൽ അങ്ങനെയൊരു രാത്രിയെ കുടഞ്ഞിട്ടു. വളരെ അവിചാരിതമായി തിരികെ വീട്ടിലേക്ക് മടങ്ങാനാവാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഒരുമിച്ച് താമസിക്കേണ്ടി വന്നു. ആ മുറിയിലിരുന്ന് ഞാൻ വിയർത്തു. ഭൂമിയുടെ ആഴങ്ങളിലേക്ക് തുളച്ചിറങ്ങുന്ന പൈലിംഗ് മെഷീൻ പോലെ ആ രാത്രി ഹൃദയഭിത്തിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് റാമിനൊപ്പം കിടക്കുക? ശരീരത്തിൽ നിന്ന് വേർപെട്ട കൃത്രിമക്കാൽ കാണുമ്പോൾ അയാൾ എന്താവും ചിന്തിക്കുക? അപൂർണമായ ശരീരം എങ്ങനെയാവും സ്വീകരിക്കുക എന്നൊക്കെ ചിന്തിച്ച് ആ തണുപ്പിലും വിയർത്തു. റാം അടുത്തു വരുമ്പോഴും എന്നെ ചേർത്ത് പിടിക്കുമ്പോഴും അത്രയും കാലം ഭ്രാന്തമായി അയാളെ സ്നേഹിച്ച സ്ത്രീ തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുമാറ് അപരിചിതമായും അസ്വാഭാവികമായും പെരുമാറി. റാമിൻ്റെ ഓരോ സ്പർശനങ്ങളും ചുംബനങ്ങളും തടയുകയും മുഖം തിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അയാളേക്കാൾ കൂടുതൽ ഞാനത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയും തൊട്ടടുത്ത നിമിഷത്തിൽ അപൂർണതയെ വെളിപ്പെടുത്തേണ്ടി വരുമോ എന്ന ചിന്തയിൽ പൂണ്ടുകിടന്നു. അസ്വസ്ഥതയും ഭയവും മനസ്സിലാക്കിയത് കൊണ്ടാകണം ഒരു കുഞ്ഞിനെ എന്ന പോലെ റാം എന്നെ ലാളിക്കാൻ തുടങ്ങി. ആ കൈകളിൽ കിടന്ന് ഞാൻ വിതുമ്പിക്കരഞ്ഞു. മുഖമുയർത്തി കണ്ണീർ തുടച്ചുകൊണ്ട് റാം എന്നോട് പറഞ്ഞു, കുഞ്ഞ്, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിനക്കൊരു കുറവുള്ളതായി എനിക്ക് തോന്നിയിട്ടേയില്ല. മാത്രമല്ല, നീയൊരു അസാധാരണ സ്ത്രീയാണ്. നിന്റെ മുമ്പിൽ ഞാനെത്ര നിസ്സാരനാണ്. നിന്നെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. ഭയത്തിൻ്റെ ഒരാവശ്യവുമില്ല. റാമിൻ്റെ ആ വാക്കുകൾ തന്ന ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. അത്യഗാധമായ ഇരുണ്ട മൺകുഴിയിൽ നിന്നെന്നെ വലിച്ച് കരക്കിട്ട അവസ്ഥയായിരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രമായൊരു വസ്തുവിനെ എന്ന പോലെ അയാൾ എൻ്റെ ശരീരത്തെ ലാളിച്ചു. ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അകലേക്ക് സഞ്ചരിച്ചു. വീർത്തുപൊട്ടുന്ന സ്വർണ്ണ കുമിളകൾ പോലെ ആ രാത്രിയിൽ ഞാൻ പറന്നു നടന്നു. ഒരുപക്ഷെ ആ രാത്രി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും വിവാഹം നടക്കുമായിരുന്നില്ല. ബന്ധത്തിൽ നിന്ന് അതിദാരുണമായി പിന്മാറിയേക്കാവുന്ന തരത്തിൽ വിഷാദം വന്ന് മൂടുമായിരുന്നു. പക്ഷേ ആ ദിവസത്തിന് ശേഷമായിരുന്നു വിവാഹത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചത്. വിവാഹശേഷം ജീവിക്കാൻ രണ്ടാൾക്കും വ്യക്തമായൊരു വരുമാന മാർഗമില്ലാതിരുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. കുറച്ചു നാളത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ സ്വയം തൊഴിലിന് ഒരു ലോണെടുത്ത് ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങാൻ തീരുമാനിച്ചു. 3 മാസത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി ലോൺ അനുവദിക്കപ്പെടുകയും കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങുകയും ചെയ്തു. തുടർന്ന് 2 മാസത്തിന് ശേഷമാണ് വിവാഹം തീരുമാനിക്കുന്നത്. വിവാഹത്തിന്
റാമിൻ്റെ കുടുംബത്തിൽ നിന്ന് കഠിനമായ എതിർപ്പുണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങളിൽ ഒന്നാമത്തേത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ് എന്നതും രണ്ടാമത്തേത് എൻ്റെ ശാരീരികാവസ്ഥയുമായിരുന്നു. റാമിന് 3 സഹോദരിമാരായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. റാം വീട്ടിൽ അച്ഛൻ്റെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അവർ താമസിച്ചിരുന്ന വീടിനോട് ചേർന്നായിരുന്നു അച്ഛൻ്റെ കുടുംബ വീട്. അവിടെ അച്ഛൻ്റെ അനിയനും കുടുംബവുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുടുംബത്തിലെ ഏറ്റവും മൂത്തയാൾ അച്ഛനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അനിയനായ എല്ലാവരും ചിറ്റപ്പൻ എന്ന് വിളിക്കുന്ന വ്യക്തിയായിരുന്നു കുടുംബത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിൽ വരുത്തുന്നതുമെല്ലാം. കുടുംബത്തിലെ മറ്റംഗങ്ങളെല്ലാവരും അയാളെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു എന്ന് റാം പറഞ്ഞിരുന്നു. ഇത്രയും ശാരീരിക പരിമിതിയുള്ള എന്നെ എങ്ങനെയാണ് റാമിന് സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് അവർ അത്ഭുതപ്പെട്ടിരുന്നു. അതിലുപരി മറ്റൊരു ജാതിയും എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ സാമൂഹിക നിലയോ അവർ ഒരിക്കലും കണക്കിലെടുത്തിരുന്നില്ല. റാം ഒരിക്കലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന അവസ്ഥയിൽ എല്ലാ എതിർപ്പുകളോടും കൂടി അവർ മൗനം പാലിച്ചു എന്ന് മാത്രം. വീട്ടുകാർക്ക് റാമിൻ്റെ സ്നേഹത്തിൽ സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന സംശയവും ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരിയായ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിലെ ആത്മാർത്ഥതയിൽ അവർക്കും ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ വിശ്വാസവും സ്നേഹവും നേടിയെടുക്കുന്നതിൽ റാം ഒരു പരിധിവരെ വിജയിച്ചിരുന്നു.